പണ്ടൊരിക്കൽ ആകാശത്തു നിന്നൊരു ഭൂപ്രകാശം അത് നേരെ വന്ന് പതിച്ചത് ആ ഭൂമിയിലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ആ മാജിക്കിന്റെ പ്രധാന കാരണം മത്സരത്തിന്റെ 78 മിനിറ്റ് വരെ ആ രാജ്യം 2 ഗോളുകൾക്ക് പിറകിലായിരുന്നു. അവിടെ നിന്ന് ഈ ടീം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ ടീമിൽ അമാനുഷികമായിട്ടുള്ള കഴിവുള്ള ഒരാളുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ലിയണൽ ആന്ദ്രിയാസ് മെസ്സി. മിനിറ്റ് വരെ 2 ഗോളുകൾക്ക് പിറകിൽ പോയ അതേ അർജന്റീന മത്സരത്തിൽ 3 ഗോളുകൾക്ക് വിജയിച്ചു. മത്സരത്തിന്റെ 15-ാം മിനിറ്റ് തന്നെ ഈജിപ്ത് അർജന്റീനയെ 1 വിറപ്പിച്ചു. യാസിർ ഇബ്രാഹിമാണ് 15-ാം മിനിറ്റിൽ അവർക്കായി ലീഡ് നേടിക്കൊടുക്കുന്നത്. അങ്ങനെ മത്സരത്തിന്റെ 67-ാം മിനിറ്റിലാണ് അവർ ലീഡ് ഒന്നുമാടി ഉയർത്തുന്നത്. അതായത് മുസ്തഫ സിദാനിലൂടെ അവർ 2ാമത്തെ ഗോൾ അടിച്ചു. ആ 2 ഗോൾ അടിച്ചപ്പോ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു വിജയം. പക്ഷേ അവർ കളിക്കുന്ന എതിർ ടീമിന് ചില ചരിത്രങ്ങൾ രേഖപ്പെടുത്താനുണ്ടായിരുന്നു. അങ്ങനെ മത്സരത്തിന്റെ 79-ാം മിനിറ്റിലാണ് അർജന്റീന ക്രിസ്ത്യൻ റൊമേറോയുടെ ഒരു ഗോൾ നേടുന്നത്. പക്ഷെ ആ 8 ഗോൾ കൊണ്ട് അത് അവിടെ അവസാനിച്ചിട്ടില്ല. അതേസമയം ഒരു കാര്യം ഉറപ്പായി, ഈ മത്സരം തീർച്ചയായിട്ടും അർജന്റീന തൂക്കുമെന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിച്ചു. അങ്ങനെ മത്സരത്തിന്റെ 83-ാം മിനിറ്റിലാണ് നായകൻ ലയണൽ മെസ്സിയുടെ ആ തകർപ്പൻ ഗോൾ. അങ്ങനെ മത്സരത്തിന്റെ 90-ാം മിനിറ്റിലാണ് എൻസോ ഫെർണാണ്ടസിന്റെ ഒരു കിടിലം ഹെഡ് വരുന്നത്. ആ ഹെഡ് വളരെ അനായാസം അത് പോസ്റ്റിലേക്ക് പോകുന്നു. എന്തായാലും വളരെ നല്ല ആവേശം നിറഞ്ഞ മത്സരമാണ് ഈ ഒരു മത്സരം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇനി നല്ല കിടിലം വീഡിയോ ആയിട്ട് ഇനി വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.